വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ചരിത്രത്തിൽ BA-യും അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിലും സാമൂഹിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദങ്ങളും സ്വന്തമാക്കി. കണ്ണമൂല വൈദിക സെമിനാരിയിൽ നിന്നും വൈദിക പഠനവും പൂർത്തിയാക്കി. ഇപ്പോൾ വട്ടപ്പാറ CSI ചർച്ച് സഹശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്തു വരികയാണ് റവറന്റ് ലിജിൻ ലാൽ പുന്നക്കാടൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലിജിൻ ലാൽ പുന്നക്കാടൻ. ഞാൻ എൻ്റെ കുടുംബം, ഭാര്യ, മകൻ. ഭാര്യ ജിഷ ജെ ടൈറ്റസ് ടീച്ചറാണ്. മകൻ ജോഹൻ അബ്രം സെൻറ് തോമസ് മുക്കോലക്കൽ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വൈദിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് വട്ടപ്പാറ CSI ഇടവകയിലെ സഹശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, പപ്പ മരണപ്പെട്ടു, അമ്മയുണ്ട്, 2 സഹോദരങ്ങളാണുള്ളത്. അവർ രണ്ടുപേരും കുടുംബസ്ഥരാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം തിരുവനന്തപുരം വെള്ളറട ആലിക്കോട് എന്ന സ്ഥലത്താണ്. ആലിക്കോട് CSI ഇടവകയാണ് എൻ്റെ മാതൃഇടവക. എൻ്റെ ശുശ്രൂഷയിലേക്കുള്ള വിളിയും നിയോഗവും ആലിക്കോട് CSI ഇടവകയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ആദ്യകാലങ്ങളിൽ എൻ്റെ ശുശ്രൂഷയിലേക്ക് വരുവാനിടയായ പ്രചോദനം എൻ്റെ മാതൃഇടവകയിൽ നിന്ന് എനിക്ക് കിട്ടി. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനും സഭയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിനും എൻ്റെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഒരു സഭ എങ്ങനെ ശുശ്രൂഷകരെ വാർത്തെടുക്കണം എന്നുള്ളതിന് ഉദാഹരണമാണ് CSI ആലിക്കോട് ഇടവക. അവിടെ നിന്ന് ധാരാളം വൈദികർ സഭാ ശുശ്രൂഷ രംഗത്തുണ്ട്. ആ ഇടവകയിൽ ചെറുപ്പനാൾ മുതൽ തന്നെ എനിക്ക് കിട്ടിയ പ്രോത്സാഹനവും അവിടെ മാറി മാറി വന്ന അച്ഛന്മാരുടെ പ്രചോദനവും അവരുടെ ശുശ്രൂഷകളുമെല്ലാം കണ്ടും അതിലാകൃഷ്ടനായിട്ടാണ് ഞാൻ ആദ്യകാലങ്ങളിൽ എൻ്റെ ഈ ശുശ്രൂഷയിലേക്കുള്ള നിയോഗത്തെ കാണുന്നത്. ചെറുപ്പകാലത്തിൽ തന്നെ സഭയിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനവും തിരുത്തലുകളും അവസരങ്ങളും തന്നെയാണ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നതിന് കാരണക്കാരനാക്കിയത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആലിക്കോട് CSI ഇടവക നൽകിയ അവസരങ്ങൾ ചെറുതല്ല. എല്ലാ പ്രവർത്തനങ്ങളിലും, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഭവനത്തിൽ നിന്നും എനിക്ക് ലഭിക്കുകയുണ്ടായി. പള്ളിയോട് സമീപത്തായിട്ടുള്ളതാണ് എൻ്റെ ഭവനം. ആ ഭവനത്തിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയാൽ പള്ളി കാണാം. പള്ളിയിൽ വന്ന് ആരെങ്കിലും ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ ആ സൗണ്ട് കേൾക്കുകയാണ് എങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുന്നത് ചെറുപ്പകാലത്തിലേ ഉള്ളൊരു ശീലമായിരുന്നു. എന്തിനാണ്, പള്ളിയിൽ എന്തെങ്കിലും പ്രോഗ്രാമുണ്ടോ, ഞങ്ങളതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടോ, ഇതൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഞാൻ ഓർത്തെടുക്കുകയാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളിലും, ഈവൻ നിർമ്മിതി പ്രവർത്തനങ്ങളിലും, സഭയിലെ ഭവനാരാധനകൾ, അതുപോലെ കാരൽ സർവീസ്, ഇതിലെല്ലാത്തിലും സജീവമായി പങ്കെടുക്കാനായിട്ടുള്ള അവസരം ലഭിച്ച് വളർന്ന ആളാണ് ഞാൻ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ ഈ പള്ളി നിർമ്മിക്കുന്നതിനാവശ്യമായ സഹകരണങ്ങൾ ചെയ്തവരാണ്. ആലിക്കോട് CSI ഇടവക ഒരു ചെറിയ കാലഘട്ടം, ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ചെറിയ കാലഘട്ടം ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ആരാധന ചേർന്നത്. എൻ്റെ അപ്പച്ചൻ കപ്പ്യാരായിരിക്കുകയും അങ്ങനെ ഒരു ശുശ്രൂഷയിൽ, സഭാ ശുശ്രൂഷയിൽ ഇടപെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അതൊക്കെ എനിക്ക് ഈ വിളിയിൽ കാരണമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടെയാണ് ഞാൻ. ബാലജന സഖ്യ കൺവീനറായിരുന്നപ്പോൾ മുതൽ തന്നെ സഭയിലെ നേതൃത്വങ്ങളിൽ ലഭിച്ച അവസരം, സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എൻ്റെ അധ്യാപകർ
എന്നെ പരിശീലിപ്പിച്ച ദൈവീക വചനങ്ങൾ പഠിപ്പിച്ചു തന്ന, എൻ്റെ സ്വഭാവത്തിലെ ഷോർട്ട് കമ്മിങ്സ് അത് തിരുത്തി തന്ന, എന്നെ ചെറുപ്പകാലത്തിൽ തന്നെ പോരായ്മകളിലേക്ക് നോക്കുവാനായിട്ട് എന്നെ ശീലിപ്പിച്ച, എനിക്ക് പ്രചോദനം തന്ന, അവസരങ്ങൾ തന്ന നാൾവഴികളിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ദൈവവിളിയായി ഞാൻ കാണുകയാണ്. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരും എനിക്ക് സഭയിൽ നിന്ന് ലഭിച്ച, മാറി മാറി വന്ന വൈദികരിൽ നിന്ന് ലഭിച്ച പ്രചോദനവും അവരുടെ സ്നേഹവാത്സല്യവും അവർ എനിക്ക് തന്ന അവസരങ്ങളുമെല്ലാം ദൈവവിളിയുടെ ആദ്യ വേരുകളായി ഞാൻ തിരിച്ചറിയുകയാണ്. കൗമാരകാലത്ത് തന്നെ ആലിക്കോട് CSI ഇടവകയുടെ ആത്മീയ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേർന്നും സഭാശുശ്രൂഷകളിൽ പങ്കാളിയായും ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായ സുവിശേഷ വേലകളിൽ പങ്കാളിയായതോടെയാണ് ലിജൻലാൽ പൗരോഹിത്യത്തിന്റെ വഴികളിലേക്ക് ആകർഷ്ടനായത്. ഞാൻ ഓർത്തെടുക്കുന്നത്, സഭയായി ഒരു സാധുവിന് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. അപ്പം ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്. ആ സമയത്ത് ബാലജന സഖ്യ കൺവീനർ എന്തുവാണ്. അപ്പോൾ അച്ഛൻ ഉൾപ്പെടുന്ന ഒരു സംഘം, സഭാ നേതൃത്വവും അതിനോട് സഹകരിക്കുന്നവരും എല്ലാവരും ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ വീട് കുറച്ചുള്ളിലാണ് നിർമ്മിച്ചു നൽകേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ റോഡിൽ സാധനങ്ങൾ ഇറക്കി ചുമന്ന് വേണം അകത്തോട്ട് കൊണ്ട് ചെല്ലാൻ. അങ്ങനെ സാധനങ്ങൾ ഇറക്കി ചുമക്കുന്നതിൽ ധാരാളം സഭാംഗങ്ങൾ പങ്കെടുത്തു. അതിൽ ഞങ്ങളും, ചെറിയ പിള്ളേരെ നിന്ന് ഞങ്ങളും ചിലർ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഓരോ ദിവസവും ഇതിനു വേണ്ടി പോകുമ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഹോളോ ബ്രിക്സ്, സിമൻറ്റ് കല്ല് ചുമക്കുക, മണൽ ചുമക്കുക, അതുപോലെ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടിക്കുക, വാനം വെട്ടുക, അതിൻ്റെ സഹായങ്ങൾ, മേസ്തിരിയുടെ സഹായികളായി പ്രവർത്തിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടപെടാനായിട്ട് അവസരം ലഭിച്ചു. ഓരോ ദിവസവും ഇങ്ങനെ പണിയെടുത്ത് കൈയെല്ലാം മുറിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ പോകുമ്പോഴും ഒരു പരാതിയും പറയാതെ എന്നെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ലഭിച്ച അവസരങ്ങളെല്ലാം സഭയിൽ നിന്ന് എൻ്റെ ഒരു ദൈവവിളിയായി ഞാൻ കണക്കാക്കുന്നു. ഇത് സഭ ഇങ്ങനെ ഒരു മിഷൻ ചെയ്യുമ്പോൾ, സാധുക്കളെ സന്ധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് എന്ന് ആ ദിവസങ്ങളിൽ തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സഹായിച്ചു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം എന്നിൽ ജനിച്ചു. അപ്പോൾ അത് എൻ്റെ ഒരു ശുശ്രൂഷയിലേക്കുള്ള വിളിയുടെ, ആദ്യകാലങ്ങളിലെ എൻ്റെ വിളിയുടെ അവസരങ്ങളായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അതൊക്കെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വെള്ളറട VPMHS സ്കൂളിലാണ്. അത് കഴിഞ്ഞ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. തുടർന്ന് BA ഹിസ്റ്ററി കോളേജിൽ ചേർന്ന് പഠിക്കുകയും MA ഹിസ്റ്ററി സോഷ്യോളജി അത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. തുടർന്ന് ആണ് സെമിനാരി വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. ഈ ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് ആദ്യം അവസരമുണ്ടാകുന്നത്, ഞാൻ മാതൃഇടവകയായ ആലിക്കോട് ഇടവകയിൽ തന്നെ അംഗമായിരുന്ന സമയത്ത് യുവജന സംഘടനയിലെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. യുവജന സംഘടനയിലും സംഘടനാ പ്രവർത്തനങ്ങളിലും മറ്റ് സഭയുടെ എല്ലാ ആവശ്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ച ഒരാളാണ്. ചിലരൊക്കെ സഭയിൽ സജീവമായിട്ട് കൂടെ ഉണ്ട്, എന്നാൽ ചിലരൊക്കെ ആവശ്യങ്ങളിൽ വന്ന് സഹകരിക്കും, എന്നാൽ ചിലരാകട്ടെ ആരാധനകളിൽ മാത്രം സഹകരിച്ച് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു യുവാക്കളുടെ ഇടയിൽ തന്നെ. എന്നാലും ഞങ്ങൾ ചിലർ വളരെ സജീവമായി സഭയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പം അങ്ങനെ തന്നെ ഒരു യുവജന വാരത്തിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചപ്പോൾ പ്രസംഗം കഴിഞ്ഞു. ധാരാളം പേര് വന്ന് കൊള്ളാം, നല്ലതായിട്ടുണ്ട്, പിന്നെ തിരുത്തേണ്ട വശങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ചിലരൊക്കെ എന്നോട് പറഞ്ഞു തുടങ്ങി, നിനക്ക് ദൈവവേല ചെയ്താലെന്താ, നിനക്ക് ഈ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്, നിന്നിലൊരു വൈദികനെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി.
അപ്പോൾ ഞാനും എൻ്റെ ആ സമയങ്ങളിൽ ഞാനൊന്നും ആഗ്രഹിച്ചതല്ല, ഞാൻ ചിന്തിച്ചതല്ല. പക്ഷേ ആ ദിവസങ്ങളിലുള്ള എൻ്റെ ഈ സഭയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ശുശ്രൂഷകളുമൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എന്നിലൊരു വൈദികനുണ്ട് എന്ന ഒരു റിയലൈസേഷൻ എനിക്ക് ആ ദിവസങ്ങളിൽ ലഭിച്ചു. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നതും ഏറ്റവും കൂടുതൽ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതും സഭയിലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും മറ്റ് ആക്ടിവിറ്റീസുകളിലൊക്കെ ഇടപെടുമ്പോഴും മൈതാനത്ത് കളിക്കാൻ പോകുമ്പോഴും ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു ആത്മസന്തോഷം ലഭിച്ചിട്ടില്ല. സഭയിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഇടപെടുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഞാൻ റിയലൈസ് ചെയ്തു. കലാലയ വിദ്യാഭ്യാസത്തിനു ശേഷം CSI സഭയുടെ ഹരിയാന മിഷൻ ഫീൽഡ് പ്രവർത്തനങ്ങളിൽ സജീവമായതോടെയാണ് ലിജിൻലാൽ എന്ന യുവ സുവിശേഷകന് പുരോഹിത വൃത്തി തിരഞ്ഞെടുക്കുവാനും സെമിനാരി പഠനത്തിന് ചേരുവാനും പ്രേരണ ലഭിക്കുന്നതും പൗരോഹിത്യത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നതും. തൊട്ടടുത്തുള്ളൊരു പള്ളിയിൽ അവിടെയുള്ള ശുശ്രൂഷകന് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം ശുശ്രൂഷ രംഗത്ത് നിന്ന് ലീവ് എടുക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ആ പള്ളിയിലേക്ക് ആരാധന നടത്തുന്നതിന്, താൽക്കാലികമായ ആരാധന നടത്തേണ്ടുന്നതിന് ഒരവസരം ലഭിച്ചു. അപ്പോൾ അതിന് ഇടപെട്ടത് എൻ്റെ തന്നെ ജ്യേഷ്ഠ സഹോദരനായ, ഇപ്പോൾ നമ്മുടെ ദക്ഷിണേന്ത്യ മഹായിടയിൽ ഒരു വൈദികനാണ്. എനിക്കങ്ങനെ ഒരു അവസരം ലഭിക്കുകയും അവിടെ ആരാധന നടത്താനായിട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച പിന്തുണയും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഇടയിലും അവരുടെ പല ആവശ്യങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ആ ഒരു സാധ്യതയെയും സഭാ ശുശ്രൂഷ മേഖലയിലൂടെ തിരിച്ചറിയാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ മനസ്സിലെങ്ങനെ ഒരു ചിന്ത രൂപപ്പെട്ടുകൊണ്ടായിരുന്നു, എന്തുകൊണ്ട് ഒരു ശുശ്രൂഷകനായിക്കൂടാ, എന്തുകൊണ്ടൊരു വൈദികനായിക്കൂടാ. ഈ എൻ്റെ മാതാപിതാക്കളും എൻ്റെ മാതൃ ഇടവകയിലുള്ള എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരുമൊക്കെ പറഞ്ഞത് ഞാനിങ്ങനെ ആ ദിവസങ്ങളിൽ ചിന്തിച്ചു. അങ്ങനെ ഞാൻ സ്വയം മനസ്സാലെ, നമ്മൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ നേരുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ച് സ്വയമേ ഈ ശുശ്രൂഷയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സഭയോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ എന്നിൽ തന്നെ ഒരു വൈദികനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പൂർണ്ണ മനസ്സോടെ മറ്റാരുടെയും പ്രേരണയില്ലാതെ, പ്രോത്സാഹനമുണ്ടായി പ്രേരണയില്ലാതെ സ്വയമേ ആ ദിവസങ്ങളിൽ ഒരു വൈദികനായി തീരണമെന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഉൾപ്പെടുന്ന മഹായിടവകയിലെ നിർദ്ദേശങ്ങളും അതിൻ്റെ നിയമാവലികളുമൊക്കെ അതിലൂടെ വിധേയപ്പെട്ട് പ്രൊബേഷണറാവുകയും മിഷൻ ഫീൽഡിൽ പോവുകയും തുടർന്ന് വൈദിക വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു. മിഷൻ ഫീൽഡിൽ പോകുമ്പോഴും ധാരാളം അനുഭവങ്ങളുണ്ടായി അവിടെ. അതിലൊരു അനുഭവമാണ് ഹരിയാന മിഷൻ ഫീൽഡിൽ പോയപ്പോൾ അവിടെ ഞാനും വേറൊരു സഹ മിഷണറിയാണുള്ളത്. അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഞങ്ങൾ രണ്ടാളും കൂടെ സൈക്കിളേൽ യാത്ര ചെയ്ത് ഗ്രാമങ്ങൾ സന്ദർശിക്കും. അപ്പോൾ പ്രധാന ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ വിടുന്ന ബോർഡ് ഫോർ മിഷൻ അവിടെ ആൾക്കാരെ സഹായിക്കുക എന്നുള്ളൊരു സന്ദേശം നൽകിയാണ്, ആ ഒരു ദൗത്യം നൽകിയാണ് വിടുന്നത്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക, വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് നിവൃത്തിയില്ലാത്ത ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക, അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് അക്ഷരാഭ്യാസം ലഭിക്കാനായിട്ടുള്ള അവസരമുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ദൗത്യമാണ് നൽകി വിടുക. അധ്യാപികയായ ഭാര്യ ജിഷ ജെ ടൈറ്റസിനും മകനുമൊപ്പം സഭാ ശുശ്രൂഷകളിലും സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായി ക്രിസ്തു സ്നേഹത്തിൽ ശുശ്രൂഷകൾ തുടരുകയാണ് റവറന്റ് ലിജിൻലാൽ പുന്നക്കാടൻ. എൻ്റെ പ്രൊബേഷൻ പീരീഡ്
ഹരിയാന മിഷൻ ഫീൽഡിലാണ് ചെയ്തത്. ആ ദിവസങ്ങളിൽ ഞാനും എൻ്റെ സഹ മിഷണറിയും കൂടെ സൈക്കിൾ ചവിട്ടി ഗ്രാമങ്ങൾ സന്ദർശിക്കും. ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം അനുസരിച്ച് ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി അവർക്ക് ട്യൂഷനോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് കണ്ടെത്തി ചെയ്യുക. അപ്പം അതിനുവേണ്ടി ഗ്രാമങ്ങൾ സന്ദർശിക്കും. അങ്ങനെ ഏതെങ്കിലും അവസ്ഥയിലുള്ളവരുണ്ടോ, ആവശ്യക്കാരുണ്ടോ. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഗ്രാമത്തിലെ ചില യുവാക്കൾ ചേർന്ന് ഞങ്ങളെ തടഞ്ഞു. സൈക്കിളെല്ലാം പിടിച്ചു വെച്ചു. കോളറയിൽ പിടിച്ച് രണ്ടുപേരും പോകാൻ അനുവദിക്കാതെ അവിടെ നിർത്തി. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മതപരിവർത്തനം നടത്താൻ വന്നവരല്ലേ എന്ന്. ഞങ്ങൾ ഇല്ല, ഞങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ട് എങ്കിൽ അത് ചെയ്യാനായിട്ടാണ് വന്നത്. ഞങ്ങളുടെ കയ്യിൽ ബൈബിളില്ല, സുവിശേഷ കുറിപ്പുകളില്ല എന്നൊക്കെ പറഞ്ഞവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നിമിഷങ്ങൾ കഴിയും തോറും ആൾക്കാർ വന്ന് കൂടുകയാണ് ചെയ്തത്. ആൾക്കാർ വന്ന് കൂടുകയും മർദ്ദിക്കുമെന്നൊക്കെയുള്ള ആക്രോശങ്ങളും ഇവരെ എവിടെയിട്ട് കൊന്നുകളയാം എന്നൊക്കെയുള്ള സംസാരങ്ങളുമൊക്കെ കേട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗ്രാമത്തലവൻ സർപഞ്ച് അവിടെ എത്തി. അവർ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്, പിന്നെ നിങ്ങൾ ഞങ്ങൾക്കിടയിലുള്ളവരെ മതപരിവർത്തനം നടത്തും. എന്തു തന്നെ ആയാലും ഇതിനി ഇവിടെ പറ്റുകയില്ല, ഈ ഏരിയയിൽ ഇനി കണ്ടുപോകരുത് എന്നൊക്കെ താക്കീത് നൽകി ഞങ്ങളവിടെ നിന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ സുവിശേഷത്തിൽ വെല്ലുവിളികളുണ്ട്. സുവിശേഷത്തിൽ അത് നാട്ടിൽ ചെയ്യുന്നത് പോലെ, നാട്ടിൽ പള്ളിയിലൊരു ശുശ്രൂഷകനായിരിക്കുന്നത് പോലെ എളുപ്പമല്ല. ഇങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്, ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവുകളൊക്കെ മിഷൻ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞാണ് സെമിനാരി വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. കണ്ണമൂല വൈദിക സെമിനാരിയിലാണ് സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. വളരെ നല്ലൊരു ട്രെയിനിങ്ങാണ് അവിടെ എനിക്ക് ലഭ്യമായത്. അവിടെ ദൈവശാസ്ത്ര അവബോധത്തോടൊപ്പം തന്നെ നമ്മളിലെ നേതൃത്വ സ്വഭാവങ്ങളെയും കഴിവുകളെയും ഒക്കെ പുറത്തെടുക്കുന്നതിന് ധാരാളം അവസരങ്ങൾ ലഭിച്ച ഒരു സെമിനാരിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ദൈവം എനിക്കും നൽകിയ കഴിവുകളെ വ്യാപാരം ചെയ്യുവാൻ എൻ്റെ സെമിനാരി വിദ്യാഭ്യാസത്തിലൂടെ, എൻ്റെ മാതൃഇടവകയിലെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ദൈവം അതിനുവേണ്ടി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെമിനാരി വിദ്യാഭ്യാസത്തിൽ ഞാൻ ഓർക്കുകയാണ്, രാവിലെയുള്ള ചാപ്പൽ ആരാധനകൾ, അതിൽ പോയി 20 മിനിറ്റ് മെഡിറ്റേഷൻ എടുത്ത് പ്രാർത്ഥനയോടെ ആയിരുന്ന അതിരാവിലെ തന്നെ ചാപ്പൽ ആരാധനയോടുകൂടെ തുടങ്ങുന്ന ഒരു ദിവസം, അത് തുടർന്ന് വൈദിക പരിശീലനങ്ങളും തുടർന്ന് ഉള്ള അവിടെ സെമിനാരിൽ ലഭിക്കുന്ന പല നേതൃത്വ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരിപാടി, അത് ഒരു പുരോഹിതനാക്കി തീർക്കാനായിട്ട് എന്നെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇന്നത്തെ യുവാക്കളോട് പറയാനുള്ളത്, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. ഞാനൊരു വൈദികനായി തീരാനായിട്ട് എന്നെ സഭ സജ്ജമാക്കി. ഒരുപക്ഷെ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു വൈദികനായി തീർന്നേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം. എന്തു തന്നെ ആയാലും സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും അത് പ്രയോജനപ്പെടുത്തുക. സംഘടനാ നേതൃത്വത്തിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും എനിക്ക് കിട്ടിയ, സഭയോട് ചേർന്ന് നിന്ന് ജീവിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അടിത്തറ, അതുതന്നെയാണ് എൻ്റെ ദൈവവിളിയുടെ അകക്കാമ്പ്. എൻ പ്രേമഗീതമാ കൗമാരകാലത്ത് താൻ കണ്ടെത്തിയ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ വയലുകളിൽ ശുശ്രൂഷകളുമായി മുന്നോട്ടു പോകുന്ന വട്ടപ്പാറ CSI ചർച്ച് സഹവികാരി റവറൻഡ് ലിജിൻലാൽ പുന്നക്കാടിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. Thank you, Jesus. Thank you, Jesus.